ഒരാളുടെ ഖൽബ് കേടുവരുന്നത് വഇദാ അമിലൂ, അഥവാ ഒരു പണിയെടുത്താൽ തന്നെയും ലാ യുഖ്ലിസൂൻ, ഇഖ്ലാസ് ഉണ്ടാവില്ല. പണിയെടുക്കും ചിലപ്പോൾ ഇഖ്ലാസ് ഉണ്ടാവില്ല. അഥവാ അവർ പണിയെടുത്താൽ തന്നെ ഇഖ്ലാസ് ഉണ്ടാവില്ല. എന്ത് ചെയ്യുമ്പോഴും അത് ഇഖ്ലാസ് കമ്മിയുണ്ടാവും. അതാണ് പ്രശ്നം. ആരെങ്കിലൊക്കെ കാണണം, ക്യാമറ ഉണ്ടെങ്കിൽ പ്രത്യേക ഒരു ആവേശം, ലൈവ് ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക തരിപ്പ്, അങ്ങനെ ഉണ്ടാവില്ല, ഒരു പ്രത്യേക തരിപ്പ്, അങ്ങനെയൊക്കെ. അതൊന്നും നമുക്കുണ്ടാവരുത്, ഒരു ലെവലേശം നമുക്കുണ്ടാവരുത്. ഏത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുലേക്ക് അടുക്കണം. ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽകില, അള്ളാഹുലേക്ക് അടുക്കണം എന്നല്ലാതെ ചിന്തിക്കരുത്. നമ്മുടെ നിസ്കാരം, നമ്മുടെ സ്വതഖ, നമ്മുടെ സംഘടനാ പ്രവർത്തനം, നമ്മൾ ചെയർ എടുത്തു വെക്കുന്നത്, ചെയർ അട്ടിക്ക് വെക്കുന്നത്, ചെയർ നിരത്തുന്നത്, മീറ്റിംഗ് കൂടുന്നത്, മീറ്റിംഗ് പിരിയുന്നത്, എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. വേറൊരു ഉദ്ദേശം നമുക്ക് ഉണ്ടാവരുത്. لا تقصدا معه الى عرض الدنيا كثنائهم او نحو ذاك توسلا. ഈ ഫോട്ടോ പാതിരാവിലും ചെറുപ്പക്കാർ കർമ്മധീരരാണ്, കർമ്മഘോതയിലാണ് എന്ന ഫോട്ടോ ഗ്രൂപ്പിൽ വന്നപ്പോൾ 4 ലൈക്കും 3 പൂവും 8 തിജ്ജും കിട്ടി. അതിനെക്കൊണ്ട് ഇപ്പം എന്താ കാര്യം? ഈ 2 ദിവസത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ ആരോ ചോദിച്ചു വേറൊരാളോട്, എങ്ങനെയുണ്ട് പരിപാടി? ഇങ്ങനെ ആയിരിക്കണം പരിപാടി, 2 ദിവസം നല്ല പരിപാടി. അപ്പോൾ മുഖ്യ സംഘാടകരിൽപ്പെട്ട ഒരാൾ, ആരാ ചെയർമാനും നോക്കണോ, തീർന്നു, 1 മാസത്തെ ഉറക്കൊഴിയും തീർന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ തക്കാഫുൽ ഏറ്റെടുക്കേണ്ടത് സമ്മേളനത്തിന് മുമ്പ് കാർ പാസ് സ്റ്റിക്കർ കിട്ടാനല്ല, അത് പ്രസ് എന്നെല്ലാം വേഗം കിട്ടും, വേണമെങ്കിൽ അടിച്ചുതരാം, അടിച്ചുതരാം കാർ പാസ്. അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ ഗസ്റ്റ് റൂമിൽ കൊണ്ടുപോയിട്ട് സ്പെഷ്യൽ ഫുഡ് തരാനല്ല, വല്ല സ്പെഷ്യലൊന്നും ഉണ്ടാവില്ല, ക്യാൻറ്റീനിലെ നെയ്ച്ചോറും പിന്നെ ജയിൽ ചപ്പാത്തിയും കുറച്ച് അണ്ടിപ്പരിപ്പും അത്രേ ഉണ്ടാവുള്ളൂ. അതിനാണോ തക്കാഫുലെ? നാണും മാനും വേണ്ടേ നമുക്ക്? അതിനാണോ തക്കാഫുൽ ഏറ്റെടുക്കുന്നത്? നോട്ടീസിൽ പേര് വരും. എന്താ നോട്ടീസിൽ പേര് വന്നിട്ട് കാര്യം? അപ്പോൾ ആ ഫ്ലക്സിൽ ആ പേര് വന്നിട്ടിപ്പോൾ എന്താ കാര്യം? നാളെ ആ ഫ്ലക്സിന് വല്ല വിലയുണ്ടോ? എന്താ കാര്യം? എന്നാ നമ്മളെ പേര് നോട്ടീസിൽ വന്നെന്ന് വിചാരിച്ചോ, രാജിക്കാരൻ്റെ പേര് നോട്ടീസിൽ വന്നു. വേനൽക്കാലത്തോ മഴക്കാലത്തൊക്കെ ആണല്ലോ ഈ നോട്ടീസ് ഒട്ടിക്കുക. മഴക്കാലത്താണെങ്കിൽ മഴ കൊണ്ടിട്ട് അങ്ങോട്ട് പോകും, വേനൽക്കാലത്താണെങ്കിൽ ഒരു ആടോ പശുവോ വന്നിട്ട് അത് തിന്നാൽ ആജീന്നുണ്ടാവൂലേ? ഇതാണ് വലിയ കാര്യമാണോ? അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ബുദ്ധി കൊണ്ട് ആലോചിക്കുക, ഇതിനെക്കൊണ്ടൊന്നും ഒരു കാര്യമില്ല. സ്വാഗതത്തിൽ നമ്മളെ പേര് പറഞ്ഞു. ഈ അടുത്തൊരു സ്ഥലത്ത് പ്രശ്നം എന്തുകൊണ്ടെന്നറിയാം? ഒരാളുടെ പേര് മറ്റേ ആളുടെ പേരിനേക്കാൾ താഴെ എഴുതിയതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, സുഖമായിട്ട് ചെയ്തോളി, പേര് ഇനി മുതൽ നോട്ടീസിൽ റൗണ്ടിൽ എഴുതിക്കോളി, എന്നാൽ പിന്നെ ആ പ്രശ്നം വലിങ്ങനെ വരില്ലല്ലോ. എന്തിനാണ്? അതിനെക്കൊണ്ട് എന്താ കാര്യം? നമുക്ക് നമ്മളെ പേര് വായിക്കണം, നമ്മളെ പേര് വായിക്കണം, നമ്മളെ പേര് വരണം. എന്തിന്? ഇതിനെക്കൊണ്ടൊന്നും കാര്യമില്ല. ഹദ്ദാദ് ഇമാമിനോട് ഒരാൾ ചോദിച്ചു, റളിയല്ലാഹു അൻഹു, ഞാനൊരു പള്ളി എടുക്കട്ടെ ഉസ്താദ്? പള്ളിയോ? അതെ, പള്ളി എടുക്കാനോ? പള്ളി എടുക്കാൻ എടുത്തോളി, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ എടുത്തു. ആ ഇഖ്ലാസ് ഒക്കെ ഉണ്ട്, ഉറപ്പാണോ? ഉറപ്പാണ്, എന്ന് എടുത്തോളി. പോലെ ഇങ്ങോട്ടോ. ആ എടുക്കുന്ന പള്ളി എടുത്തു കഴിഞ്ഞ് പൂർത്തിയായി, കംപ്ലീറ്റ് ആയി. 40 ലക്ഷം നിങ്ങൾ അതിന് സ്പെൻഡ് ചെയ്തു എന്ന് വിചാരിക്കാം. ഒരു ഉദാഹരണമാണ് പറയുന്നത്. ഹദ്ദാദ് ഇമാം 40 ലക്ഷം എന്നൊന്നും പറയുന്നില്ല, ഒരു എമൗണ്ടാണ് പറയുന്നത് സ്പെൻഡ് ചെയ്ത്. ഇനാഗ്രേഷൻ സെറിമണിയിൽ, അഥവാ ഉദ്ഘാടന ചടങ്ങിൽ ഉസ്താദിനെയും തങ്ങന്മാരെയും ഒക്കെ വിളിച്ചു, പ്രഭാഷണമുണ്ട്, വെറുതുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് ഫിനിഷിങ് ജുമയോട് കൂടിയാണ് ഇനാഗ്രേഷൻ നടക്കുന്നത്. ലാസ്റ്റ് ഫിനിഷിങ്ങിൽ മെഹ്റാബിൻ്റെ അടുത്തൊരു വാൾ ഫാനുമാണ്, ചൂടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു ഫാനുമാണ്. അങ്ങനെ 40 ലക്ഷം നിങ്ങൾക്ക് ചിലവാക്കി, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 4000 രൂപേൻ്റെ ഫാന് വലിയ കാര്യം എന്ന് വിചാരിച്ചിട്ട് കൊടുക്കാൻ പോകുമ്പോൾ ഒരാൾ, പ്ലീസ്, എന്തേ അതിൻ്റെ പൈസയെങ്കിലും ഈ പള്ളി ഫുള്ള് നിങ്ങളെടുത്ത് ഇതെങ്കിലും പ്ലീസ്, അല്ല ഞാൻ പ്ലീസ് പ്ലീസ്. അയാളുടെ ആ ഒരു ഖേദത്തോടുള്ള അപേക്ഷയിൽ അങ്ങനെ അയാൾ കൊടുത്തു 4000. പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങിൻ്റെ പ്രോഗ്രാം നടക്കുമ്പോൾ സ്വാഗതത്തിലും അധ്യക്ഷ സംസാരത്തിലും ഉദ്ഘാടന പ്രഭാഷണത്തിലും മുഖ്യ സംസാരത്തിലും ശേഷമുള്ള ആശംസ നന്ദി സംസാരങ്ങളിലും മുഴുവനും 4000 കൊടുത്തിട്ട് ഫാന് കൊടുത്ത മനുഷ്യനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് വേണ്ടിയിട്ടില്ല ഒരാളും. അത് നിങ്ങൾക്ക് സഹിക്കോന്ന് ചോദിച്ചു. അത് ആർക്കും അല്ല, നിങ്ങൾക്ക് സഹിക്കോ ഇല്ലയോ? ഇല്ലല്ലോ. എന്നാൽ പിന്നെ പള്ളി നമുക്ക് ഗ്രൗണ്ടിൽ എടുക്കുന്നതിന് മുമ്പ് ആദ്യം ഖൽബിലെടുക്കുക. ഒരു പള്ളി ഖൽബിൽ ഫസ്വല്ലി ലി റബ്ബിക, എന്നിട്ട് നമുക്ക് വൻഹർ ഉളിയത്തർക്കം. ഇവിടെ തസ്ബീത്തുൽ ഫുആദ് എന്ന ഗ്രന്ഥത്തിൽ ഈ ചരിത്രം നമുക്ക് കാണാൻ പറ്റും. എന്താണ് മുഖ്ലിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താ? മുഖ്ലിസ് എന്ന് പറഞ്ഞാൽ ആരാ? മണലിലൂടെ നടക്കുന്നവനെ പോലെയാണ് മുഖ്ലിസ്. മണലിലൂടെ ഒരാൾ നടന്നാൽ, ബീച്ചിലൂടെ നടന്നാൽ
ഒരിക്കലും ശബ്ദങ്ങൾ ഉണ്ടാവില്ല, അടയാളം ഉണ്ടാവും. അയാൾ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചതിന് കുറേ അടയാളം, മദ്രസ വികസിച്ചു, പള്ളി വികസിച്ചു, ഉസ്താദുമാർക്കുള്ള റൂം വികസിച്ചു, അങ്ങനെ എല്ലാം വികസിച്ചു. പക്ഷെ അയാളെ ഫോട്ടോ ഒരു സ്ഥലത്തുണ്ടാവില്ല, ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അബ്ദുള്ളയാവണം, അള്ളാന്റെ അടിമയാവണം, ശരീരത്തിന്റെ അടിമയാവരുത്. നമ്മൾ എന്തിനാ ഖുർആൻ ഓതിയത്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. അതിന് പിന്നെ ആരോടെങ്കിലും പറയണ്ട? ആരോട് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ മിസ് കോൾ കണ്ട നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചിട്ട്, ഹലോ, നീ ആയിരുന്നോ? അതെ, ഞാൻ നേരത്തെ ഫോണ് എടുക്കാതിരുന്നത് ഞാൻ ഖുർആൻ ഓതിയായിരുന്നു. അത് പറയേണ്ട ഒരാവശ്യമില്ല, ഒരാവശ്യമില്ല. ളുഹ നിസ്കരിച്ചാൽ എനിക്കൊരു കട്ടൻ നിർബന്ധമാണ്. ഒന്നല്ല 10 കട്ടൻ തരാം, പക്ഷെ അത് പറയണ്ട. എനിക്ക് എല്ലാ കൊല്ലം ഒന്ന് അജ്മീറിൽ പോയാലേ റാഹത്താവുള്ളൂ. അജ്മീർ ഷേഖിന് റാഹത്താവുമെന്ന് പ്രത്യേകം നോക്കണം. നല്ലതാണ്, നല്ലതാണ് സംഭവം. ഉംറ കൊണ്ടും സിയാറത്ത് കൊണ്ടൊക്കെ റുജുബ് നടിക്കുന്ന മനുഷ്യന്മാർ ലാസ്റ്റ് കാലത്ത് പെരുകി വരും. ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുക, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. വലിയ ഉസ്താദുമാരുടെ അടുത്തൊക്കെ എത്തിയിട്ട് ചില ആൾ ഇങ്ങോട്ട് ഫോൺ വിളിക്കും. വലിയ ഉസ്താദുമാരുടെ, ഹലോ, ഞാൻ ഉസ്താദിൻ്റെ അടുത്തുള്ളത്, കുറച്ച് മിനിറ്റ് വിളിക്കാം. ഇത് പറയാനായിട്ടാണ് വിളിച്ചത്, ഒരാവശ്യമില്ല, അത് പറയാനാണ് വിളിച്ചത്. തങ്ങന്മാരുടെ അടുത്തത്, വലിയ തങ്ങന്മാരുടെ അടുത്ത് നിന്നൊക്കെ വോയിസ്, തങ്ങളുടെ അടുത്തുള്ളത് കുറച്ച് മിനിറ്റ് വിളിക്കുക പറഞ്ഞാലേ നമുക്ക് റാഹത്താവുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ എന്തിനാ ഉസ്താദുമാർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്? എന്തിനാ? ലില്ലാഹി റബ്ബിൽ ആലമീൻ. ശരിക്കും പറഞ്ഞാൽ അതൊരു നാടകം കളിയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? നാടകമല്ലേ, ഡ്രാമയല്ലേ? ഇഖ്ലാസ്, നമ്മുടെ ഖൽബിൽ ഇഖ്ലാസ് ഉണ്ടാവണം. ഒരു മനുഷ്യന്റെ കർമ്മം പൊളിക്കാൻ വേണ്ടി ഇബ്ലീസ് ശ്രമിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 5 ചതിക്കുഴികളെ കുറിച്ച് ഖൗത്തുൽ അഹ്യാ മിൻ കിതാബിൽ ഇഹ്യാ അഥവാ ഇഹ്യാ ഉലൂമുദ്ദീന്റെ വേറൊരു മുഖ്തസർ അതിൽ കാണാം. അതിലൊന്ന്, ഒരു അമൽ എങ്ങനെയെങ്കിലും ചെയ്യാതിരിക്കാനാ ഇബ്ലീസ് ശ്രമിക്കുക, ചെയ്യിപ്പിക്കാതിരിക്കാൻ. രണ്ടാമത് ചെയ്യുമെന്ന് കണ്ടാൽ ആ അമൽ ഇഖ്ലാസ് ഇല്ലാതെ ചെയ്യിപ്പിക്കുക. ഈ പള്ളിയിലെ കാർപ്പറ്റ് അൽഹംദുലില്ലാ ഉസ്താദെ, ഞാനാണ് പണ്ട് കുവൈത്തിൻ്റെ ഒരു അറബീൻ്റെ അടുത്ത് സ്പോൺസർ ചെയ്യിപ്പിച്ചത്. അറിയിക്കാൻ വേണ്ടി പറയുന്നതല്ല, അങ്ങനെ പറയുന്നതല്ല. പിന്നെ എന്തിനാ ഇപ്പോൾ പറഞ്ഞത്? ആ കാർപ്പറ്റ് അവിടെ തന്നെ ഒട്ടാനോ? ഇപ്പം എന്തിനാ പറഞ്ഞെന്തിനാ? നമുക്ക് പറയാണ്ട് സമാധാനം ഉണ്ടാവില്ല. 25 കൊല്ലം ഒരു സ്വതക്കൻ്റെ വേക്കിൽ ഇബ്ലീസ് നടക്കും. 25 കൊല്ലം അത് പറയിപ്പിക്കാൻ. 25 കൊല്ലം. ചില ആൾ കണ്ടില്ല, മരിക്കാനാവുമ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ പറയും, എന്ത്, ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഉസ്താദേ, ആകെ ഉള്ളത് ആ പള്ളിക്ക് കൊടുത്ത സ്ഥലം, അതല്ല, അത് ഉണ്ടായിന്, അത് പോയി, അവൻ പോയി. അത് പറഞ്ഞാലേ നമുക്ക് സമാധാനമുള്ളൂ. അതുകൊണ്ട് കൂട്ടുകാരെ, ഇതൊന്നൊരു തമാശയിലൂടെ അടുക്കേണ്ടതല്ല. നമ്മൾ ചെയ്യുന്ന അള്ളാഹ് നമ്മളടുത്തൊന്നും കുറേ അമല ആവശ്യമില്ലേ? അങ്ങനെയെങ്കിൽ അള്ളാഹ് എന്താ പച്ചക്കയ്യൂക്കും അക്സറും അമല എന്ന് പറയാൻ അറിയായിട്ടില്ലല്ലോ. അഖ്ലസു അമല എന്നുള്ള അർത്ഥത്തിൽ അഹ്സനു അമല പറഞ്ഞത് തബാറകന്റെ തുടക്കത്തിൽ. അള്ളാഹ് അഖ്ലിസ് ദീനക ഐ അഖ്ലിസ് അമലക തക്ഫീകൽ അമലൽ ഖലീൽ. കുറച്ച് മതി. കുറേ അമല അള്ളാഹ്ക്ക് വേണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ചില ആൾ എന്തിനാ 18-ാം വയസ്സിൽ മരിപ്പിക്കുന്നു? എല്ലാവരും 85-ാം വയസ്സിൽ തന്നെ മരിപ്പിച്ച പോരെ. അതിന് അള്ളാഹ്ക്ക് അങ്ങനെ കുറേ അമൽ വേണമെന്നില്ല. ചെയ്യുന്നത് കുറച്ചാണെങ്കിലും ഗംഭീരം. ഒരാൾക്ക് ഇഖ്ലാസ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാവുക? ഇസ്തിവാ ഉസ്സിരി വൽ അലാനിയ. എങ്ങനെ? ഇസ്തിവാ ഉസ്സിരി വൽ അലാനിയ ദോനോ ബറാബർ ഹേ. ആളുണ്ടെങ്കിലും ആളില്ലെങ്കിലും അയാൾ ഈ ഭാഗത്ത് ഒരേപോലെ തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഫർള് നിസ്കരിക്കുമ്പോൾ 1-ാമത്തെ റക്അത്തിൽ സൂറത്ത് ഓതിയിട്ടില്ല, 2-ാമത്തെ റക്അത്തിൽ അയാൾ സൂറത്ത് ഓതുന്നില്ല. അല്ലാതെ 2-ാമത്തെ റക്അത്തിൽ ആരോ വേക്കുന്നത് തോണ്ടിയ സമയത്തുണ്ട് അലം തറ കൈഫ ഗവൺമെന്റ് ഒന്ന് പാസ്സാക്കി. അതിനെ ഓതിയത് ബേക്കിലെ ആളിലുണ്ട്, എന്നിട്ട് 1-ാമത്തെ ഓതയിൽ ബേക്കിലെ ആളില്ല. അപ്പൊ നീ എന്നെ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ അള്ളാഹുവിന് വേണ്ടി, ഏതല്ലാഹ്ക്ക് വേണ്ടിയിട്ട്? അതിന് ഷഹറാനി ഇമാം പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു ആത്മീയ മജ്ലിസിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉറക്കം വരുന്നു, ആരോ തട്ടിയിട്ട് ചീരണി കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഉറക്കം പോകുന്നു. ഞാൻ പറഞ്ഞ ഉദാഹരണമായാലും അത് പ്രശ്നമാവും. അതുകൊണ്ടാണ് വേഗം അലാമാക്കാലിൽ ഇമാം ഷഹറാനിന്ന് വേഗം അങ്ങോട്ട് പറഞ്ഞത്. നമ്മൾ ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടി. ഇനി ഒരു കാര്യം ചെയ്യുന്നില്ല, അതും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണോ? മൻ അഹബ്ബ ലില്ലാഹി വഅബഗദ ലില്ലാഹി മനഅത ലില്ലാഹി വമനഅ ലില്ലാഹി. ആർക്ക് ഞാൻ ഭയങ്കര നിസ്കാരക്കാരനാകും, ആൾക്കാരല്ല എന്നെ ഭയങ്കര നിസ്കാരക്കാരനാക്കും എന്ന് വിചാരിച്ചിട്ട് സുന്നത്ത് നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. ആൾക്കാരെ കുറിച്ച് ഒരു വിചാരം നമുക്ക് ഉണ്ടാകാൻ പാടില്ല.
നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് വേറെ ആരെയും നമ്മൾ പരിഗണിക്കേണ്ടില്ല. എല്ലാവരും തൃപ്തിപ്പെടുത്തിയിട്ടൊന്നും ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ലെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു പറയുന്നുണ്ട്. ആകെയാണ് ഞാൻ എൻ്റെ പ്രഭാഷണം നിർത്തുകയാണ്. ഖൽബ് ചീത്തയാകുന്ന മൂന്നാമത്തെ കാര്യം, ചെയ്യുന്ന അമലിൽ ഇഖ്ലാസ് ഇല്ലെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ട അതൊക്കെ നമ്മുടെ മുഖത്തേക്ക് വാരി വലിച്ചെറിയും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളൊക്കെ മുഖ്ലിസീകളിൽ പെടുത്തണേ റഹ്മാൻ. നമ്മുടെ ഒക്കെ ഖൽബ് നീ നന്നാക്കി തരണേ റഹ്മാൻ. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ വാക്കിനെ ജസ്റ്റ് വിശദീകരിക്കാതെ ഞാൻ അങ്ങ് പൂർത്തിയാക്കി അവസാനിപ്പിക്കുകയാണ്. അതിനോടുള്ളൊരു നീതിക്ക് വേണ്ടിയിട്ട് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളുടെ ഒരു പൊരുത്തം കൂടി കിട്ടാൻ വേണ്ടി പറയാണ്. നാലാമത്തത്, ഖൽബ് ഫസാദാകുന്ന നാലാമത്തെ കാര്യം, വയക്കുലൂന റിസ്ഖല്ലാഹി വലാ യശ്കുറൂൻ. അള്ളാഹു കൊടുക്കുന്ന ഫുഡ് അയാൾ കഴിക്കുന്നുണ്ട്, അള്ളാഹു കൊടുക്കുന്ന വായു അയാൾ ആസ്വദിക്കുന്നുണ്ട്, അള്ളാഹു കൊടുക്കുന്ന വെള്ളം അയാൾ കുടിക്കുന്നുണ്ട്, എന്നിട്ട് അതേ അവയവം കൊണ്ട് അള്ളാഹ്ക്കെതിരെ എന്തൊരു കണ്ണ് അള്ളാഹ് തന്നൊരു റിസ്ക്കാണ്. എന്നിട്ട് ശരിക്കും അള്ളാഹു കണ്ണ് തന്നത് നിലവിൽ മോനെ നീ എവിടെയാണോ ഉള്ളത്, മോളെ നീ എവിടെയാ ഉള്ളത്, അതിൽ നിന്ന് കുറച്ചുകൂടി എന്നിലേക്ക് അടുത്തേക്ക് വരാനാണ് കണ്ണ് തന്നത്. ഹറാമ് കാണുമ്പോൾ, തെറ്റുകുറ്റങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ആകുമ്പോൾ നീ അള്ളാഹുവിൽ നിന്ന് അകലുകയാണ്. അങ്ങനെ സംഭവിക്കരുത്. അള്ളാഹുവിൻ്റെ ഫുഡ് കഴിക്കുക, എന്നിട്ട് അള്ളാഹുവിനെ ധിക്കരിക്കുക, അത് പറ്റൂല. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ, ഞാൻ തെറ്റിൽ അഡിക്ഷനായി പോയി, എനിക്ക് നന്നാവണം, എന്താ വകുപ്പ്? നന്നാവാലോ, പ്രശ്നമൊന്നുമില്ല. ഉറപ്പ്? ആ ഉറപ്പ് നന്നാവും. ഓ നന്നാവും. ശരിക്കാണോ? ശരിക്കും നീ തെറ്റല്ലേ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? അത് എനിക്ക് തെറ്റെന്ന് മാറിക്കങ്ങനെ. അതെ, തെറ്റ് ചെയ്തോളി, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അള്ളാഹ് കാണാത്തൊരു സ്ഥലത്ത് വെച്ച് ചെയ്യണം. അള്ളാഹ് കാണാത്തൊരു സ്ഥലത്ത് പോയിട്ട് തെറ്റ് ചെയ്യണം. അള്ളാഹ് കാണുന്ന സ്ഥലത്ത് നിന്ന് തെറ്റ് ചെയ്യൽ അതൊരു ധിക്കാരല്ലേ? അള്ളാഹ് കാണുകയും ചെയ്യുക, അള്ളാഹ് തന്ന കണ്ണും അള്ളാഹ് തന്ന വിരലും അള്ളാഹ് തന്ന കൈയും അള്ളാഹ് തന്ന കാലൊക്കെ ഉപയോഗിക്കുക, തെറ്റ് ചെയ്യുക, അത് ഒരു ധിക്കാരല്ലേ? പറ്റൂല. അള്ളാഹ് കാണാത്ത സ്ഥലത്ത് നിന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു അത് നടക്കൂലല്ലോ. എന്നാൽ വേറൊരു ഓപ്ഷൻ തരാം. നടക്കൂലെങ്കിൽ വേറെ ഓപ്ഷൻ തരാം. സെറ്റിങ്സിലെ ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അള്ളാഹുവിൻ്റെ ഫുഡ് കഴിക്കാതെ നീ തെറ്റെത്ര ചെയ്തു, അള്ളാഹിൻ്റെ റിസ്ക് കഴിക്കാൻ പാടില്ല. നടക്കോ? ആവൂല. എന്നാ പോട്ടെ, അള്ളാഹു തന്ന വായു ശ്വസിക്കാൻ പാടില്ല. ഇല്ല. അള്ളാഹ് തന്ന വെള്ളം കുടിക്കാൻ പറ്റില്ല. തെറ്റെയ്തോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാ മോനെ തെറ്റ് ചെയ്യുക? ആരാണ് അള്ളാഹു? ആരാണ് അള്ളാഹു? നമ്മുടെ ഉമ്മ നമ്മളെ ഗർഭം ചുമന്ന കാലം മുതൽ ഫുഡ് തരാൻ തുടങ്ങിയ അള്ളാഹ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കൊട്ട ചോറ് കൊണ്ടുപോകുന്നുണ്ടല്ലേ? ഇന്നത്തെ രാത്രത്തെ ഫുഡ് വരെ കണക്കാക്കിയ അള്ളാഹ്. എപ്പം മുതൽ അള്ളാഹ് ഇത് വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? നമ്മൾ ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ ഉള്ള കാലം മുതൽ ഫുഡ് തരുന്ന അള്ളാഹ്. ഈ അള്ളാഹിനോട് നമ്മളെങ്ങനെ തെറ്റ് ചെയ്യുക? നമ്മൾ അള്ളാഹ് പാവല്ലേ? എത്ര കരുണയുള്ള റബ്ബാണ്. നമ്മൾ എന്തെങ്കിലും പിടിച്ച് ശിക്ഷിച്ചോ? അള്ളാഹു ഇല്ലല്ലോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര കാലം ഇത് തുടരുക? എത്ര കാലം നമ്മൾ തുടരുക? അള്ളാഹു ഇതെല്ലാം കാണുന്നില്ലേ? അള്ളാഹ് അറിയുന്നില്ലേ? നമ്മൾ ജനിക്കുന്നതിൻ്റെ പതിറ്റാണ്ടുകൾ മുമ്പ്, പതിറ്റാണ്ട് നിറ ആണ്ട് നിറ വർഷം, പതിറ്റാണ്ട് നിറ 10 വർഷം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 100 വർഷം അല്ല, കോടിക്കണക്കിന് കൊല്ലം മുമ്പ്, നമ്മൾ ജനിക്കുന്നതിൻ്റെ കോടിക്കണക്കിന് കൊല്ലം മുമ്പ് 2026 മെയ് 2 രാത്രി 11:15 ഇന്നയാൾ അയാളുടെ വലത് കൈയുടെ ഇന്ന 2 വിരൽ കൊണ്ട് തലയുടെ ഇന്ന ഭാഗത്ത് ചൊറിയുമ്പോൾ ഇത്ര മുടി അനങ്ങും എന്ന് അള്ളാഹു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കണക്കാക്കിയിട്ടുണ്ട്. എന്നിട്ടാണോ കണ്ട വീഡിയോ ഡിലീറ്റ് ആക്കുന്നത്? ക്രോമെന്ന് നെറ്റ് ഹിസ്റ്ററി ഡിലീറ്റ് ആക്കണത്, നമ്പർ ഹൈഡ് ചെയ്യണത്, ഫിംഗർ പ്രിന്റ് ആക്കണത്, നമ്പർ ലോക്ക് ആക്കണത്, ലൈറ്റ് ഓഫ് ആക്കണത്, വാതിലടക്കണത്? ആണോ? ആരെ പറ്റിക്കാനാ? നമ്മൾ ഇത് ചെയ്യണത്? ആരെ പറ്റിക്കാനാ? വയക്കുലൂന റിസ്ഖല്ലാഹ്. അള്ളാഹ് തരുന്ന ഫുഡല്ലേ നമ്മൾ കഴിക്കണത്. വലാ യശ്കുറൂൻ. ആ അവയവങ്ങൾ അള്ളാഹ്ക്ക് സബ്മിറ്റ് ചെയ്യല്ലേ വേണ്ടത്? ശരിക്ക് നന്ദി ചെയ്യല്ലേ വേണ്ടത്? ബുഖാരി ഇമാം പറഞ്ഞല്ലോ റളിയല്ലാഹു അൻഹു, മഗ്തബത്തു അഹദൻ മുൻദു അലിംതു അന്നൽ ഗീബത ഹറാം. കണ്ടില്ലേ? ഈ നാവ് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ ഗീബത്ത് പറഞ്ഞിട്ടില്ല. സഹാബി ഇമാം പറയേണ്ട അങ്ങനെ തന്നെ. ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അള്ളാഹ് എങ്ങാനും എന്നോട് ആഖിറത്തിൽ എന്താ ഇബ്നു ദഖീഖുൽ ഈദ് ഇത് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഏത് കാര്യത്തെക്കുറിച്ചും ഇല്ല അഅദത്തു ഇൻദല്ലാഹി തആല ജവാബൻ, എൻ്റെ അടുത്ത് ഉത്തരമുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലാണ്ട് ഒരു വാക്ക്, ഒരു കർമ്മം ഞാൻ മിണ്ടിയിട്ടില്ല, ചെയ്തിട്ടില്ല. കണ്ടോ? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല.
ഓരോ കാലിന് പഴുപ്പ് ബാധിച്ചിട്ട് മുറിക്കേണ്ടി വന്നു. ഈ കാലെടുത്തിട്ട് പറഞ്ഞെന്താ പറയാ, മാ അസൈതു ബിഹാ ഖത്തു, ഈ കാലുകൊണ്ട് ഒരൊറ്റ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല, ഒരൊറ്റ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തിട്ടില്ല, ഒരൊറ്റ തെറ്റ് എൻ്റെ അവയവം കൊണ്ട് ചെയ്തില്ല. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നു. നന്ദി ചെയ്യാതിരുന്നാൽ തനിയെ നമ്മുടെ ഹൃദയം കേടുവരും. അടുത്തത് അഞ്ചാമത്തത്, അള്ള തരുന്നതിൽ അയാൾ തൃപ്തിപ്പെടുന്നില്ല. അപ്പുറത്തെ ആളെ പോലെ എനിക്ക് വീട് വേണം, ഇയാളെ പോലെ വണ്ടി വേണം, അയാൾ ആ പെൺകുട്ടീൻ്റെ എൻഗേജ്മെന്റ് നടത്തിയ പോലെ എൻ്റെയും മോളെ വേണം, അതുകൊണ്ടല്ലേ നിക്കാഹ് കഴിച്ച് സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ച ചെറുപ്പക്കാർക്ക് ഗൾഫിലേക്ക് തിരിച്ചു പോകുമ്പോൾ കല്യാണം വരെ എന്തെല്ലാം ബാധ്യത ഉണ്ടായിരുന്നോ അത് മുഴുവൻ തീർത്ത് കല്യാണം അടക്കം തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെയുള്ള ബാധ്യതൻ്റെ ഡബിളായിട്ട് ആ പിള്ളേർ ദുബായിലേക്ക് തിരിച്ചു പോകുന്നു. എന്തുകൊണ്ട്? പങ്ങളെയും ഉമ്മാൻ്റെയും ഒക്കെ ദുർവാശി. അതിന് സ്വർണം വേണം, ഇതിനത്ര വേണം, മിഠായി, ഇവൻ്റെ എവറസ്റ്റ് കൊടുമുടി മധുരി ചോക്ലേറ്റ് വേണം, അറ്റ വാശി. ശരിക്ക് ഈ കല്യാണം ഇങ്ങനെയൊക്കെ ചിലവുള്ളതാണോ കല്യാണം? അല്ല, നമ്മൾ നടത്തിക്കൂട്ടിയല്ലേ. നമ്മളെ നാട്ടിൽ നിന്ന് പോകുന്ന ഓരോ റീലല്ലേ ഓരോ നാട്ടിലേക്ക് പോയിട്ട് അവിടെയും ദൂരത്തുണ്ടാവണത്? അല്ലേ അല്ലേ അല്ലേ? ലെസ് കമ്പാരിസൺ, മോർ ലിവിങ്. അവരങ്ങനെ ഇവരിങ്ങനെ എന്നൊക്കെ ജീവിക്കുന്നതിന് ചിന്തിക്കുന്നതിന് പകരം ആരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണ്ട, നമ്മളെ ജീവിതമായിട്ട് മുന്നോട്ട് പോകാം. വിശദാംശങ്ങളിലേക്ക് പോകാൻ നേരമില്ല. ലാസ്റ്റ് വൺ, വയദ്ഫുനൂന മൗതാഹും, മനുഷ്യന്മാരെ മരിച്ചിട്ട് കബറടക്കുന്നുണ്ട്. വലാ യഅ്തബിറൂൻ, ഞാൻ മരിക്കുമെന്ന ചിന്തയില്ല. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊന്റെ അടിപൊളി സ്റ്റിക്കർ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലാതെ ഇതേപോലെ ഞാൻ മരിക്കുമെന്ന ചിന്തയില്ലെങ്കിൽ അയാളുടെയും ഖൽബ് കേടുവരും എന്ന് സയ്യിദുനാ അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. അള്ളാഹു നമ്മുടെ ഖൽബ് സ്വാലിഹീങ്ങളുടെ ഖൽബാക്കി തെരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ. അള്ളാഹു നമുക്കറിയുന്ന പോലെ പറയാൻ കഴിയുന്ന പോലെ പറഞ്ഞു. ഇതൊക്കെ നിൻ്റെ അടുത്ത് കബൂലിയത്തുണ്ടാവണം, നീ സ്വീകരിക്കണേ റഹ്മാന്. ഈ പരിപാടിക്കാരെല്ലാം എന്തെല്ലാം ഇങ്ങനെല്ലാം സഹായിച്ചിട്ടുണ്ടോ, സംഘാടന വഹിച്ചിട്ടുണ്ടോ, അധ്വാനിച്ച് ഉറക്കൊഴിഞ്ഞിട്ടുണ്ടോ, എല്ലാവർക്കും പകരം നീ സ്വർഗം നൽകണേ റഹ്മാന്. ഈ വയലിൻ്റെ ബർക്കത്തുണ്ട്. പറഞ്ഞ ആൾ കേട്ട ആൾ എന്നുള്ളതിൽ അപ്പുറത്ത് ഒരുപാട് ചെറിയ മക്കളുണ്ട്, പ്രായമുള്ള ഒരുപാട് ഉപ്പാപ്പമാർ ഉമ്മാമ്മമാരുണ്ട്. അവരൊക്കെ നിഷ്കളങ്കരാണ്. അവരോടൊക്കെ ഇബാദത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും ബർക്കത്തുണ്ട്. നമ്മുടെ ദോഷങ്ങളൊക്കെ നീ പുറത്തേറണേ അല്ലാഹ്. നമുക്ക് നല്ല ആഫിയത്ത് നൽകണേ റഹ്മാന്.